ഉണ്ണി നമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബർ ആയി എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഈ ഉപകാരം ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടാ. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഈ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട അപരാധങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട അപരാധം എന്ന് പറയുന്നത് നമ്മുടെ മലബാർ ഗോൾഡിലെ ഫൈസൽ മുതലാളി ഒരു വീട് വെച്ചെന്ന് മാത്രമല്ല, ഹൗസ് വാമിന് ഇന്ത്യയിലുള്ള സകല സെലിബ്രിറ്റീസിനെയും പുള്ളി വീട്ടിൽ കൊണ്ട് ഇറക്കി. ഇതൊന്നും കൂടാതെ നമ്മുടെ മലയാളം ബിഗ് ബോസിലുണ്ടായിരുന്ന എക്സ് കണ്ടസ്റ്റൻസിനൊക്കെ പുള്ളി ക്ഷണിച്ച്. അങ്ങനെ നമ്മുടെ ആദിലയ്ക്കും നൂറയ്ക്കും വരെ ഇൻവിറ്റേഷൻ കിട്ടി. അവർ വീട്ടിൽ വന്ന് പുള്ളിനെ കണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് വളരെ മാന്യമായിട്ട് വീട് കണ്ട് അവരവരുടെ പാട്ടിന് പോയി. ഇതൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യനല്ലേ പുള്ള, എവിടെയോ ഉണ്ടാവുമല്ലോ കുറെ കൃമികൾ. ഈ കൃമികൾക്ക് ഹൗസ് വാമിങ്ങിന് ആദിലയും നൂറയും വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവരെയൊക്കെ എന്തിനാണ് പുള്ള നമ്മുടെ പരിപാടിക്കൊക്കെ വിളിക്കുന്നത്? ഇതൊക്കെ വളരെ ഹറാമാണ്, നമുക്കിതൊന്നും ചെയ്തുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫൈസലിനെ പഠിക്കാൻ തുടങ്ങി. എടാ, അയാളുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് അയാള് വീട് വെച്ച്, എന്നിട്ട് അയാൾ നാട്ടിലുള്ള ഇഷ്ടമുള്ള ആൾക്കാരെ അയാൾ വിളിക്കും. അത് അയാളുടെ ഇഷ്ടം. എടാ, നിനക്കൊക്കെ എന്താ വയ്യേ? എടാ, നിനക്കൊക്കെ നിന്റെ വീട്ടിലെ കാര്യം അന്വേഷിച്ച പോരാ. ഈ ഒച്ചപ്പാടും നിലവിളിയൊക്കെ കണ്ടിട്ട് നമ്മുടെ ബിസിനസ് കൊളാവോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫൈസൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ഞാൻ ചെയ്തത് വളരെ തെറ്റായി പോയി, ഇവരൊന്നും വീട്ടിൽ കയറ്റാൻ പാടില്ലായിരുന്നു, അത് ഞാൻ ഓർക്കണമായിരുന്നു, എന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ഇവരവിടെ വന്നത്, അതുകൊണ്ട് എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് ഈ പുള്ളി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. മിസ്റ്റർ ഫൈസൽ പ്രാഞ്ചേട്ടൻ, ആദിലയും നൂറയും അവരുടെ വീട്ടുകാരായിട്ട് എങ്ങനെയാണെന്നോ, അവരുടെ വീട്ടുകാർ ഇവരെ ദ്രോഹിച്ചാണോ അത് ഇവര് തിരിച്ചങ്ങോട്ട് ദ്രോഹിച്ചാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചിട്ടല്ലേ അവരവിടെ വന്നത്, അതിന്റെ മാനതേനും കാണിക്കണം മിസ്റ്റർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആദിലേ നൂറ് ഞാൻ വീട്ടിൽ കയറ്റുമെന്ന്. നൂറേ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും, പക്ഷെ ആദിലെ ഞാൻ ജന്മം ചെയ്ത് എന്റെ വീട്ടിൽ കയറ്റൂല. അനുമോളെയും കാട്ടി വലിയ വിഷമാണ് ആദില. അനുമോള് മൂർഖനാണെങ്കിൽ ആദില രാജവമ്പാലയാണ്. ആദിലെ കുറിച്ച് ഒരു സെപ്പറേറ്റ് റോസ്റ്റ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ആദില എന്ന് കമന്റ് ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസിലെ സെക്കൻഡ് റണ്ണറപ്പായ നമ്മുടെ അനീഷേട്ടന് കോൺഫിഡന്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ പ്രൈസ് മണി പ്രഖ്യാപിച്ചു. ഈ പ്രൈസ് മണി വാങ്ങാൻ പോയ സമയത്ത് പുള്ളിയുടെ കൂടെ ഒരു കുമ്പടിയും ഉണ്ടായിരുന്നു. അനുമോൾ കപ്പടിച്ചപ്പോൾ ലക്ഷ്മി അനുമോളുടെ കൂടെയായിരുന്നു. അനുമോൾ 100% ഡിസർവിംഗ് ആയിട്ടുള്ള ആളാണ് എന്നാണ് ലക്ഷ്മി കുമ്പടി അന്ന് പറഞ്ഞത്. അല്ല, സർവൈവലാണ്, സർവൈവൽ ഗെയിമാണ്, റിയാലിറ്റി ഷോ ആണ്. എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് തരണം ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് വിന്നറിന്റെ കഴിവ് തന്നെയാണ്, അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അനീഷ് കോൺഫിഡന്റ് ഗ്രൂപ്പുകാരുടെ നിന്ന് ചെക്ക് വാങ്ങാൻ വന്നപ്പോൾ അവിടെയും കുമ്പടി. എന്നിട്ട് അനീഷാണ് ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ആള്, അനീഷ് കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ളവരൊക്കെ അവിടെ എന്നൊക്കെയാണ് ഇപ്പൊ ലക്ഷ്മി പറയുന്നത്. അതുകൊണ്ട് മാത്രം കപ്പ് കിട്ടി, പെയ്ഡ് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിന്റെ ആൻസേഴ്സ് അനുമോള് പറയണം. അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നത്. ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം, ചുറ്റും ആളുണ്ട്. ആ ഒരു ഇനി ഇപ്പൊ എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അനീഷിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? അനീഷാണ് അടിപൊളി എന്ന് പറഞ്ഞു. അനുമോട് എന്താ പറഞ്ഞത്? അനുമോനാണ് അടിപൊളി എന്ന് പറഞ്ഞു. ഇതിൽ ഏതാ സത്യം? രണ്ടും സത്യമാണല്ലോ. അടുത്ത മെയിൻ അപരാധം നമ്മുടെ മണവാൾജിയാണ്. മണവാൾജി മുന്നേ 3 മാസം MMA പഠിച്ച ഒരുത്തനെയും കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ചെറുതായിട്ട് നാട്ടുകാരെ മൂഞ്ചിക്കാൻ നോക്കി. പക്ഷെ നാട്ടുകാർക്ക് ബുദ്ധി ഉണ്ടായിട്ട് മണവാൾജി ബംഗാളിൽ നിന്ന് ആളെ ഇറക്കിയാന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ മണവാൾജി ഇപ്രാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഇറക്കിയേക്കുന്നത് ബോംബെയിൽ നിന്ന്. കൂടെ മറ്റേ ലവനുണ്ട് കേട്ടാ, ഫ്രാഡ് ഷാജഹാൻ. എടാ പോത്ത് ഷാജഹാനെ, നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേടാ, നിനക്ക് എന്താ വയ്യേ? ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ നടന്നിട്ട് എങ്ങനെയാടാ നീ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നടക്കണത്? അവൻ മാസായെന്നൊക്കെയാണ്. വലിയ അണ്ടർടേക്കറും ബ്രോക്ക് റെസൽമേനിയ 30 മാച്ച് വെക്കാനായിട്ട്. എടാ നിർത്തിയിട്ട് പോടാ, സ്റ്റേറ്റ് ചാമ്പ്യൻ നീ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതിനൊന്നും വലിയ കാശൊന്നും ചെലവില്ല. പ്ലീസ് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ഞാൻ പോകുന്നു. ബൈ ബൈ.